ഹായ് ഡി ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സാധാരണ എല്ലാ പെരുന്നാളും നമ്മൾ പായസമാണ് വെക്കാറുണ്ടായുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മാറ്റി പിടിച്ച് ഫ്രൂട്ട് സലാഡ് എന്തെങ്കിലും ഉണ്ടാക്കുക വെച്ച് ചൂടായതുകൊണ്ട് ചൂടുള്ളൊന്നും കഴിക്കാൻ വേണ്ട കേട്ടോ. പിന്നെ ഇന്ന് പെരുന്നാളാവുന്നുള്ള ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. തലേന്ന് എൻ്റെ വീട്ടിൽ നോമ്പ് തുറയിന് നോമ്പ് 29-ന് അങ്ങനെ അവിടെ പോയി നോമ്പൊക്കെ തുറന്ന് അപ്പോഴാണ് മാസം കണ്ടെന്ന് പറഞ്ഞ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ആരും. പിന്നെ നമുക്ക് സക്കാത്തിൻ്റെ അരി വാരലും അങ്ങനെയൊക്കെ കൂടി തിരക്കല്ലേ, പിന്നെ അരി വാങ്ങണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നോമ്പ് തുറന്ന് പിന്നെ ഒരു 9 മണിയൊക്കെ 9:30 10 മണിയൊക്കെ ആയപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ഇവിടേക്ക് പോന്നു കേട്ടോ. ഞാനൊക്കായും അങ്ങനെ അരിയൊക്കെ വാരി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നോമ്പ് തുറന്ന് തിരിച്ച് വരുമ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ ഓരോ സാധനങ്ങൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് ഇങ്ങോട്ട് പഴുപ്പ് വന്നില്ല, ജസ്റ്റ് പഴുത്ത് ഭാഗത്ത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ ഇട്ട് വെച്ച്. ചൂടുള്ള ഒന്നും കഴിക്കാൻ വേണ്ട. അപ്പോൾ ഭക്ഷണമാണെങ്കിലും ഒന്നും കഴിക്കല്ല കേട്ടോ, ഫുള്ള് വെള്ളം തന്നെ കുടിക്കൽ. എന്താ വെച്ചാൽ നോമ്പൊക്കെ നോറ്റുള്ള അവസ്ഥ ഞാനിങ്ങനെ ചിന്തിക്കലുണ്ട് ഈ ചൂടത്തിട്ടോ. അങ്ങനെ പറയും ഭയങ്കര ചൂടാണ്. നമ്മളിപ്പോൾ നോമ്പെടുക്കുമ്പോഴേക്കൊക്കെ വെള്ളം തന്നെയാണല്ലോ എല്ലാവരും കുടിക്കുന്നത്. ഭക്ഷണമൊന്നും ആർക്കും വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ കേട്ടോ. ഞാൻ എന്നാലും ഇപ്പോൾ തിരക്കിട്ട് പോന്ന് കഴിഞ്ഞില്ല. അപ്പോൾ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ, എല്ലാ ഷോപ്പിലും ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഞാൻ എല്ലാ ഫ്രൂട്ട്സ് എങ്കിലും കുറച്ച് വാങ്ങിച്ചാൽ മതി. കാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ആണല്ലോ എന്താ പറയുക, കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ നോമ്പ് തുറന്ന് വരികയല്ലേ, അപ്പോൾ വീട്ടിലെങ്ങനെയെങ്കിലും ഒന്ന് എത്തിയാൽ മതി നയിക്കുന്ന കുട്ടിയൊക്കെ ഭയങ്കര കരിച്ചില്ലേനു. അങ്ങനെ പിന്നെ ഉള്ളത് വെച്ചിട്ട് വേഗം വാങ്ങിച്ചു പോന്ന്. അപ്പം ഞാൻ പിറ്റേന്ന് പിന്നെ മോൾ ഉറങ്ങുന്ന ടൈമിൽ വേഗം എല്ലാം ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ച് വേഗം ഇത് ചെയ്തിട്ടാണ് ഞാൻ കുളിക്കാൻ പോകാൻ. ഇതാക്കി വെച്ചാൽ പിന്നെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമുക്ക് കൊടുക്കാമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ച് കുളിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. പക്ഷേ വീട്ടിൽ പോയാലും ആവില്ല, ചൂടത്ത് എവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പിന്നെ മോൾക്കാണെങ്കിൽ എന്താ പറയുക തൊട്ടിലുമൊക്കെ ഒക്കെ കൊണ്ട് നടക്കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇവിടെയൊക്കെ നമ്മൾ പിറ്റേന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ്. പിന്നെ അന്ന് ഞാൻ പോയിട്ടില്ല കേട്ടോ വീട്ടിൽ. പെരുന്നാളിൻ്റെ അന്നൊക്കെ നമുക്ക് ഉറങ്ങി തീർത്തതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നെ തലേന്നത്തെ കുറച്ച് ഉറക്കമുണ്ടേന്. ചൂടല്ലേ, നമുക്ക് പുറത്തിറങ്ങാൻ തന്നെ പറ്റില്ല. വണ്ടി ഉണ്ട് അല്ലേ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ചൂടുകൊണ്ട് നമുക്ക് എവിടെയും പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അതൊക്കെ ആക്കി പിന്നെ അതപ്പേക്ക് മോളെ എണീറ്റിട്ട് ഓടിപ്പോയി എടുത്ത് ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എണീറ്റ് കുളിച്ച് കാന്നപ്പോൾ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് മോളെ കുളിപ്പിച്ച് അങ്ങനെ ഒക്കെ ഫുഡ് കൊടുത്താട്ടോ. ഫുഡ് കൊടുത്ത് വെച്ചാൽ നമ്മളൊന്ന് മന്തിയാണ് വെച്ചിട്ടുണ്ടായിന്. മന്തി വെച്ച റെസിപ്പിയൊന്നും ഞാൻ കാണിച്ചില്ല, ഒന്നും കാണിക്കുന്നതല്ലേ. പിന്നെയെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കണം, അതിൻ്റെ പുറകെ പോകുമ്പോഴേക്ക് സമയം പോവും. അപ്പോൾ വേഗം ഫുഡൊക്കെ ആക്കി. പിന്നെ അപ്പോഴേക്ക് മോള് ഓരോർക്കൊക്കെ എണീറ്റ് ഞാൻ പാലെടുത്ത് ഉറക്കിയതേനു. അങ്ങനെ കുളിപ്പിച്ച് ഓളെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ തോളിലിട്ടൊന്ന് ഇങ്ങനെ കൊട്ടി അങ്ങനെ ഉറങ്ങിപ്പോയി. അങ്ങനെ ഓളൊക്കെ ഒന്ന് സൈഡാക്കിയപ്പോൾ മിനാക്ക് പിന്നെ ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഓളൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുത്ത്. തലയിൽ വെക്കണ ഹെയർ ബോ ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് അന്ന് തന്നെ എടുത്ത് പൊട്ടിച്ച് എവിടെയോ കൊണ്ടിട്ടിരിക്കണം. രാവിലെ തന്നെ ഫുള്ള് തല്ലുവിടലേ ഞാനും ഓളും. അങ്ങനെ തിരിഞ്ഞിട്ടൊന്നും കാണില്ല. പിന്നെ കയ്യിലുള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെവിടേക്കും പോകുമെന്നല്ല, ജസ്റ്റ് ഡ്രസ്സൊക്കെ ഇട്ടൊരു ഫോട്ടോ എടുക്കുക അത്ര മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഒരുങ്ങാൻ പോവുകയാണ്. ഇതാണ് ഞാനെടുത്ത ഗൗണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മോളെ ഇഷ്ടത്തിന് എടുത്താണ് കേട്ടോ. ഈ ഒരു കളറൊക്കെ പിങ്കിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ മോളെ ഇഷ്ടത്തിന് എടുത്തൊരു ഡ്രസ്സാണ് ഇത്. ഗൗണാണ്, ഫീഡ് ചെയ്യാനൊക്കെ പറ്റും. മുമ്പിൽ ഇങ്ങനെ ബട്ടൺസൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇതെടുത്ത്. പിന്നെ എന്ന് വെച്ചിട്ട് മോളെ ആദ്യത്തെ ഈദാണല്ലോ, ചെറിയ വാവൻ്റെ ആദ്യത്തെ ഈദ് കൂടിയാണ്. നമുക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു ഈദാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ പറയാം, ഡ്രസ്സൊക്കെ ചെയ്യണണ്ടായി കേട്ടോ പോകാൻ നിൽക്കുകയാണെന്ന്. പക്ഷേ നമുക്കൊരു ഫോട്ടോ എടുക്കുക അത് അത്രമാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഉമ്മ രാവിലെ തന്നെ വീഡിയോ ഒടുങ്ങിക്കണം അങ്ങോട്ട് ചെല്ലാൻ. ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഞാൻ വെച്ചാൽ പിറ്റേന്ന് പോകാൻ നിന്നിപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഉറക്കലും ആകതായി. പിന്നെ പോകാനൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യമൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് അവിടെ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ സമയം പോയി അറിഞ്ഞില്ല കേട്ടോ അന്ന്.
അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിറ്റേന്നാണ് ഞങ്ങൾ പിന്നെ വീട്ടിൽ പോയത്, ഉക്കാൻ്റെ വീട്ടിൽ പോയതൊക്കെ കേട്ടോ. അങ്ങനെ പെരുന്നാൾ പിറ്റേന്നാണ് പിന്നെ ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലും എൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിന്. കാരണം എൻ്റെ മൂത്ത ബ്രദർ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടായിന് അവൻ്റെ വീട്ടിലൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മൾ വീഡിയോ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.